കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആത്മീയ സംഘടനയായ നക്ഷബന്ദിയ തുരീക്കത്തിന്റെ മറവിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം. സംഘടന വിട്ടവരെ ഭ്രഷ്ട് കൽപ്പിച്ച് ഒറ്റപ്പെടുത്തുന്നു, മാതാപിതാക്കളോടും പങ്കാളികളോടും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നും പുറത്താക്കപ്പെട്ടവർ പറയുകയാണ്. ഷാഹുൽ ഹമീദ് എന്നാണ് പേര്. പുത്തൻ വീട്ട് പ്രവാചകനാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ വീട്ടിൽ വാപ്പക്കും ഉമ്മക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തു നിന്ന് കത്തെഴുതിയിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ ഇതിൽ പുറത്താക്കിയപ്പെട്ട ആൾക്കാരോടൊന്നും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വമേധയാ ഇറങ്ങിയതാണ്. ഇറങ്ങിയ സമയത്ത് ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവിനോട് എന്നെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഭർത്താവ് അവരെ കൂടെ നിന്നു. അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഭർത്താവിനോടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി. പിന്നെ അതേപോലെ ഉമ്മനോടും ഉമ്മനോടും വാപ്പനോടൊന്നും മിണ്ടാൻ പറ്റില്ല. ആ അവസ്ഥയിലാണ്. ഇപ്പോൾ ഒറ്റക്കാണ്, മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടായതിന് ശേഷം കുട്ടികൾക്ക് അധികം ആൾക്കാരെ കാണുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. ഞാനും പുറത്തൊന്നും ഇറങ്ങാനും ഭയങ്കര പേടിയാണ്. അതേപോലെ അവരാൾക്കാരെന്തെങ്കിലും ആക്രമിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പുറത്തിറങ്ങിയപ്പോൾ ഇതിലുള്ള ഒരാൾ എൻ്റെ പുറകെ വന്ന്. അപ്പം ഞാൻ വേഗം ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അയാൾ പോയത്. പഠനം തടസ്സപ്പെടുക പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പുറത്ത് പോയി പഠിക്കണം എന്നോ അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലിപ്പോൾ വാപ്പക്കും ഉമ്മക്കും ഇത് വലിയ വിശ്വാസമാകുമ്പോൾ അവർ പറയും ഇക്കാക്കൊക്കെ ഇഷ്ടമല്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറയും. ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ആത്മഹത്യ ചെയ്തിട്ട് അതൊന്നും ഇപ്പോൾ ഒരാൾ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തൊക്കെ എത്താത്ത രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ഇവരുടെ കുട്ടികളും വലിയ മാനസിക സംഘർഷത്തിലാണ്. സ്കൂള് കുറച്ച് പോയി, പിന്നെ കുറേ പോകാൻ പറ്റിയില്ല. ഈ പ്രശ്നം ഉണ്ടായവിടെ അങ്ങക്ക് പേടി. താഴത്തൊക്കെ എടുക്കുമ്പോൾ അന്ന് ഞങ്ങളെ ഇപ്പനെയും ഉമ്മനെയും ഉമ്മൻ്റെ അമ്മനെയും ഓല് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടേ എന്നിട്ട് വേറെ ആരോ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ കിടക്കുമ്പോൾ അവര് വാതിൽ കുത്തി പൊളിക്കോ അങ്ങനെയൊക്കെ എനിക്ക് പേടി. പിന്നെ എൻ്റെ പപ്പനായിട്ട് തീരെ മിണ്ടാനൊന്നും പറ്റൂല. എങ്ങനെങ്കിലും അപ്പനായിട്ട് മിണ്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കി തന്നെ. ഈ സംഘടനയെ വിമർശിച്ചാൽ പുറത്താക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തുരീഖത്ത് ജനറൽ സെക്രട്ടറി BC അബ്ദുറഹ്മാൻ. സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ മാതാപിതാക്കള്, ഭർത്താവ്, ഭാര്യ, ഇത്തരം ആളുകളായാൽ പോലും അവർക്ക് ബന്ധപ്പെടാൻ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടൂല. അതാണ് അത് ഞങ്ങൾ ഉമ്മയായാലും ഉപ്പയായാലും ഒന്നും ഉമ്മയായാലും വാപ്പയായാലും ഒക്കെ കണക്കാ. ഈ പ്രസ്ഥാനത്തിൽ എതിർക്കുന്ന ആളുകളെ ബന്ധപ്പെടാൻ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കഴിയില്ല. അങ്ങനെ ചിലര് ബന്ധപ്പെടാൻ ഓരോടെ പൊയ്ക്കോളിന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ഉപദ്രവിക്കാനൊന്നും പോകില്ല. ഞങ്ങൾ പ്രസ്ഥാനത്തിൽ എതിർത്തവരുമായിട്ട് സ്നേഹബന്ധത്തിൽ നിൽക്കുക പോലെ കൊടുത്ത് നിന്നോളി. അല്ല, ഞങ്ങൾ കൂട്ടത്തിൽ ഇവിടെ നിൽക്കണമെങ്കിൽ പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് നിൽക്കണോ? ചില പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നിങ്ങൾ ഏകപക്ഷീയമായി പുറത്താക്കുന്നു, അവരെ സസ്പെൻഡ് ചെയ്യുന്നു, പുറത്താക്കുന്നു. പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയാൻ അയാൾക്ക് എന്താ അവകാശമുള്ളത്? ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമല്ലേ പറയേണ്ടത്? ഇതിന്റെ നിബന്ധനകള് തെറ്റിൽ നടന്നാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും, മാത്രമല്ല ഡിസ്മിസ് തന്നെ ചെയ്യും. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, ഒരു സംഘടനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശരി, സംഘടനയിൽ നിന്ന് പുറത്താക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ പിന്നെ സ്വന്തം മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു തിട്ടൂരമൊക്കെ ഇറക്കുന്ന ഇത് എന്ത് സംഘടനയാണിത്? ദിവിഷേ, അതാണ് ഏറ്റവും ആശ്ചര്യകരവും ഒരു സങ്കടകരമായ ഒരു കാര്യം. കാരണം നമ്മൾ വലിയ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇത്തരമൊരു സംഘടന കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് 1921 അവിടെ ഒരു
നക്ഷബന്ദിയ ത്വരീക്കത്ത് ഒരു ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ഒരു പാത എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ ഒരു തലവനായി അവിടെ ഒരു 1921 ഒരാൾ വരുന്നു, ഒരു ഗുരു വരുന്നു. അതിൻ്റെ നാലാമത്തെ തലമുറയാണ് ഇപ്പോൾ, നാലാമത്തെ ഗുരുവാണ് ഇപ്പോൾ ഷാഹുൽ ഹമീദ് എന്നയാളാണ് ഇപ്പോൾ ഉള്ളത്. 80കളിലാണ് അദ്ദേഹം ഇതിൻ്റെ ചുമതലയായി ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇവരുടെ ഒരു കുടുംബം, അതായത് വലിയ വിപുലമായ ഒരു കുടുംബം, ഏകദേശം 4000-ഓളം ആളുകളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ സംഘടനയിൽ, ഈ പ്രസ്ഥാനത്തിൽ ആളുകളായി വരുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ, ഈ കുടുംബത്തിൽ ഭാഗമായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായും ഈ ഗുരു പറയുന്നതിനനുസരിച്ച് മാത്രമേ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ ശ്വാസം മുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി പലർക്കും. അങ്ങനെയാണ് ചിലരൊക്കെ അതിൽ നിന്നും മറികടന്ന് ഞങ്ങൾ ഈ സംവിധാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനില്ല, ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുറത്തു പോവുകയാണ്. അങ്ങനെ പുറത്തു പോകുന്ന ആളെ പൂർണ്ണമായും പിന്നീട് വിലക്കുകയാണ്, ഭ്രഷ്ട് കലിപ്പിക്കുകയാണ്. അവരുമായും സ്വന്തം മാതാപിതാക്കളായാലും ഭാര്യമാരായാലും മക്കളായാലും ഒന്നും അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ് അവരെ പൂർണ്ണമായും പുറത്താക്കുകയാണ്. ഇത് വലിയ മാനസിക സംഘർഷങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച യുവതി, ആ സ്ത്രീ, അവരുടെ ജ്യേഷ്ഠത്തി, അവരുടെ മുതിർന്ന സഹോദരി, അവരുടെ ഭർത്താവും ഒക്കെ നേരത്തെ ഈ സംഘടനയിൽ നിന്നും ഈ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോയ ആളുകളാണ്. അവർ മറ്റ് കോയമ്പത്തൂരിലും മറ്റൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അതിന് പിന്നാലെ അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും, അവർ സഹോദരിയും ഭർത്താവും പോയതോടുകൂടി അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് ഈ യുവതിയോട് നിഷ്കർഷിച്ചു. ഫോണിൽ പോലും വിളിക്കാൻ പാടില്ല. അതിൽ മാനസികമായി വലിയ പ്രയാസപ്പെട്ടു. ഞാനും ഇത് വിടുകയാണെന്ന് പറഞ്ഞവർ പുറത്തേക്ക് പോയി. ഇപ്പോൾ സംഭവിച്ചത് ഈ സഹോദരിമാരും അവർ രണ്ടുപേരും പുറത്തുണ്ട്, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും പുറത്തുണ്ട്. ഈ യുവതിയുടെ, നമ്മുടെ സംസാരിച്ച യുവതിയുടെ സ്വന്തം ഭർത്താവും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോൾ അതിന് സംഘടനയ്ക്കകത്താണുള്ളത്. അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താൻ ഇവർക്ക് കഴിയുന്നില്ല. ഭർത്താവിന് ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇവർ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതിനിടെയാണ് ഒരു മാസം മുൻപ് ഇവരുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഒരിക്കൽ ഈ രണ്ട് സഹോദരിമാർ വന്ന സമയത്താണ് ഈ വലിയൊരു സംഘർഷം അവിടെ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട 150 ആളുകൾ ആ വീട്ടിലെത്തി അവരെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ആ കുട്ടി പറഞ്ഞത്. വലിയ പേടിയോടുകൂടിയാണ് പിന്നെ ജീവിച്ചു പോരുന്നത് എന്നുള്ള കാര്യം. ഇങ്ങനെ കടുത്ത മാനുഷിക അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, ഒപ്പം തന്നെ ഈ തരത്തിലുള്ള കുടുംബ ബന്ധം നമുക്കറിയാം, നമുക്ക് വൈകാരികമായ തലമുള്ളതാണ്. പിതാവിനെ ഒന്ന് കാണണം എന്ന ആഗ്രഹമാണ് ആ കുട്ടി ഷഹീദ് പ്രതികരണം തേടുമ്പോൾ പറഞ്ഞു. ഞാൻ